എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കഥ പറയാം. കഥ ഏതാണെന്ന് വെച്ചാൽ തിരുനക്കര ദേവൻ്റെ മഹിമകളെ പറ്റി. തിരുനക്കര ദേവൻ അവിടെ ആവിർഭവിക്കാനുണ്ടായ ഒരു കഥ ഉണ്ട്. തിരുവിതാംകൂറിൽ കോട്ടയം പട്ടണത്തിൻ്റെ നടുവിലാണ് തിരുനക്കര ക്ഷേത്രം അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മിക്കവരും പോയിട്ടും ഉണ്ടാവും. അവിടെ സ്വയംഭൂവായ പരമേശ്വരനാണ് ഇരിക്കുന്നത്, കാളയും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചില കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു തെക്കുംകൂർ രാജാവ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഇങ്ങനെ തിങ്കൾ ഭജനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എല്ലാ മാസവും ഭഗവാനെ തൃശ്ശൂർ പോയി വടക്കുംനാഥനെ ഇങ്ങനെ തൊഴുക. എല്ലാ മാസവും പോയി തൊഴും, ഒരു മാസം പോലും മുടക്കം വരില്ല. അങ്ങനെ അദ്ദേഹം ഇത് മുടക്കാതെ കൊണ്ടുപോയി പരമാവധി. അവസാനം അദ്ദേഹത്തിന് പ്രായം കൂടി വരുന്തോറും രോഗങ്ങളും ഒക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ദേശസഞ്ചാരം സാധിക്കാതെ വന്നു. അപ്പോൾ അദ്ദേഹം പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാതെയായി അദ്ദേഹത്തിന്. അപ്പോൾ അത് മുടക്കാൻ, ഈ തിങ്കൾ ഭജനം മുടക്കാനും അദ്ദേഹത്തിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മാസം അവസാനം തമ്പുരാൻ സഹായത്തിന് ആളുകളെ ഒക്കെ കൂട്ടി തൃശ്ശൂരെത്തി. ഒരുപാട് പ്രയാസപ്പെട്ട ഒരു വിധം കുളിയൊക്കെ കഴിച്ച് വടക്കുംനാഥനെ പോയി തൊഴുതു. അപ്പോൾ വടക്കുംനാഥൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ആവലാതി പറഞ്ഞു, ഭഗവാനെ, എനിക്ക് എൻ്റെ ഈ തിങ്കൾ ഭജനം മുടക്കാൻ എനിക്ക് ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിക്കണില്ല, അത് വലിയ സങ്കടമാണ്. ഇവിടെ വന്ന് ദർശനം കഴിച്ച് പോവാൻ എനിക്കൊട്ട് ശക്തി ഇല്ലാണ്ടേ ആയിരിക്കണം. അതുകൊണ്ട് എന്നെ കഴിയുന്നതും വേഗത്തിൽ അവിടുത്തെ പാദത്തിൽ ചേർക്കണേ എന്നങ്ങോട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹം എങ്ങനെയാണ് പതിവെന്ന് വെച്ചാൽ, മാസം അവസാനത്തെ ദിവസം, മലയാള മാസം അവസാനത്തെ ദിവസം പോയി തൊഴും. അത് കഴിഞ്ഞ് 1-ാം തീയതി വീണ്ടും രാവിലെ പോയി തൊഴും. അപ്പോൾ 2 മാസത്തെ തൊഴലും കൂടി ഒന്നിച്ച് കഴിയുമല്ലോ. അങ്ങനെ നമ്മൾക്ക് ഇപ്പോഴും പലരും പല ക്ഷേത്രങ്ങളിലും ഗുരുവായൂരും എല്ലാവരും അങ്ങനെ തിങ്കൾ ഭജനം നടത്തുന്നുണ്ട്. 1 മാസം പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 1-ാം തീയതിയും തൊഴുതു വരാം. അപ്പോൾ 6 പ്രാവശ്യം പോയാൽ മതി. അങ്ങനെ ഒരു എളുപ്പമുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ 31-ാം തീയതി പോയി വൈകുന്നേരം പോയി ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം ഇവിടെ ഇങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞ് രാത്രി അത്താഴം കഴിഞ്ഞ് കിടന്നിട്ട് ഉറക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, ഇനി എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാനേ നക്കരക്കുന്നിൽ വന്നേക്കാം. എൻ്റെ മുമ്പിൽ ഒരു വൃഷഭവും എന്നുവെച്ചാൽ ഒരു കാളയും ഒരു ഭാഗത്തായിട്ടൊരു വെളുത്ത ചെത്തിയും കാണപ്പെടും എന്നിങ്ങനെ ഒരാൾ വന്ന് ഇങ്ങോട്ട് പറഞ്ഞതായിട്ട് ഈ രാജാവിന്, ഈ ഇദ്ദേഹത്തിന് തോന്നി, തമ്പുരാന്. അപ്പം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരെയും കണ്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് വടക്കുംനാഥൻ എന്നോടുള്ള പ്രസാദം കൊണ്ട് അടുക്കൽ വന്ന് പറഞ്ഞതാണ് എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം രാവിലെ ഇതുപോലെ വടക്കുംനാഥനെ തൊഴുത് 1-ാം തീയതി രാവിലെ തൊഴുത് തിരിച്ചു പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് വൈക്കത്തും ഒന്ന് കയറി തൊഴാം എന്ന് തോന്നി. അപ്പോൾ അദ്ദേഹം വൈക്കത്ത് തൊഴാൻ ചെന്നപ്പോൾ അവിടെ രുദ്രാക്ഷമാലയും ഭസ്മവും ഒക്കെ ധരിച്ച് ഇങ്ങനെ തടി മുടിയൊക്കെ നീട്ടി ഒരു വല്ലാതെ ക്ഷീണിച്ച് പരവശനായ ഒരു ബ്രാഹ്മണനെ കണ്ടു അത്രേ. അപ്പം അദ്ദേഹം അവിടെ അന്വേഷിച്ചു, ഇതാരാണ് എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അത് ഒരു നമ്പൂരിയാണ്, ഇല്ലം വൈക്കത്ത് തന്നെയാണ്, പേരേപ്പറമ്പ് എന്ന ഇല്ലത്തെ ഒരു ബ്രാഹ്മണനാണ്. ദാരിദ്ര്യ ദുഃഖം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വന്ന് വൈക്കത്തപ്പനെ ഭജിക്കുകയാണ്, സേവിക്കുകയാണ്. സംവത്സര ഭജനം എന്ന് പറയും. ഒരു കൊല്ലം മുഴുവനും മുടങ്ങാതെ ഭജന ഇരിക്കുക. അങ്ങനെ കേട്ടിട്ടില്ലേ? നമ്മൾ ഗുരുവായൂരൊക്കെ ഭജന ഇരിക്കാറുണ്ടല്ലോ, അതുപോലെ ഭഗവാന്റെ നേദ്യച്ചോറേ കഴിക്കുള്ളൂ. ഭഗവാനെ എല്ലാ പൂജയ്ക്കും ഭഗവാനെ തൊഴുക, പുറത്തേക്കൊന്നും പോവാതെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അവിടെ ഒരു കൊല്ലം അദ്ദേഹം അവിടെ ഭജനം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു.
അദ്ദേഹത്തിന് കുടുംബത്തിൽ വലിയ പ്രാരബ്ധമായിരുന്നു. നിത്യവൃത്തിക്ക് തന്നെ കഴിവുണ്ടായിരുന്നില്ല. പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, വലിയ സമ്പത്ത് സമൃദ്ധിയുള്ളവരൊക്കെ കുറവായിരുന്നു അന്ന്. 4-5 പെൺകുട്ടികളുണ്ട് വേളി കഴിപ്പിച്ച് കൊടുക്കാൻ. പ്രായം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ തമ്പുരാൻ അതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ ബ്രാഹ്മണനെ അടുക്കൽ വിളിച്ച്, എൻ്റെ കൂടെ പോന്നോളൂ, 1-2 പെൺകുടയ്ക്ക് എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടുന്നതൊക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞു. അത് കേട്ട് അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ആ തമ്പുരാൻ്റെ കൂടെ പോയി. അന്ന് തെക്കുംകൂർ രാജാക്കന്മാർക്ക് രാജവാഴ്ചയുള്ള കാലമായിരുന്നു. അവിടെ അവരുടെ രാജധാനി അന്ന് ഇപ്പോൾ ഈ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് വടക്കോട്ട് മാറി തളിയിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത്രേ. അതുകൊണ്ട് ഈ പേരേപ്പറമ്പ് നമ്പൂരി ഈ തെക്കുംകൂർ രാജാവിൻ്റെ കൂടെ അവിടെ അങ്ങോട്ട് താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്ന കാലത്ത് പേരേപ്പറമ്പ് നമ്പൂരി ഒരു ദിവസം തമ്പുരാൻ്റെ അടുക്ക ചെന്നിട്ട് തിരുനക്കര സ്വാമിയാർ മഠത്തിലേക്ക് പോന്നു. സ്വാമിയാരെ കണ്ട് എൻ്റെ സ്ഥിതിയൊക്കെ അറിയിച്ചാൽ വല്ലതും സഹായം ഉണ്ടായെങ്കിലോ, ഇനിയുണ്ടല്ലോ കുട്ടികൾ വേളി കഴിക്കാൻ, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്പൂരി പോയത്. അങ്ങനെ സ്വാമിയാരെ കണ്ട് വിവരം അറിയിച്ചപ്പോൾ ചാതുർമാസി അടുത്തിരിക്കുന്നു, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ആ സ്വാമിയാർ. എന്തെങ്കിലും വല്ലതും സ്വല്പം സഹായിക്കാം എന്നൊക്കെ സ്വാമിയാർ പറഞ്ഞു. അത് കേട്ട് നമ്പൂരി അവിടെ താമസിച്ചു. ഇപ്പോൾ തിരുനക്കര ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം അന്ന് വലിയ കാടായിരുന്നു. വെറും കാടായിട്ട് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. കാടും പടലും പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു എന്ന് പറയുന്നു. അപ്പം നക്കരക്കുന്ന് എന്നാണ് ആ സ്ഥലത്തിന് പറഞ്ഞത്. നക്കര ആയത് നൽക്കര ആണ് നക്കരയായത് എന്നാണ് പറയണത്. അപ്പോൾ സ്വാമിയാർ മഠത്തിലെ ഈ ഭൃത്യന്മാർ ആ കുന്നും പുറത്ത് ചേനയും ചേമ്പും ഒക്കെ ഇങ്ങനെ കുറേശ്ശെ കൃഷി ചെയ്യും. അങ്ങനെ ചാതുർമാസ്യം കഴിയുന്ന ദിവസം സ്വാമിയാർ മഠത്തിൽ ചുരുക്കത്തിലൊരു സദ്യയൊക്കെ പതിവുണ്ട്. ഈ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ചെറിയ സദ്യയൊക്കെ പതിവുണ്ട്. അപ്പോൾ അങ്ങനെ ചേന പറിക്കാൻ വേണ്ടിയിട്ട് തൂമ്പയൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഒന്ന് വെട്ടി ചേന പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒന്ന് കിളച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ഇവർ വേഗം ഓടിപ്പോയി സ്വാമിയാരോട് വിവരം പറഞ്ഞു. സ്വാമിയാർ അത് കേട്ട് വേഗം അവിടെ ചെന്ന് മണ്ണ് മറിച്ചിങ്ങനെ നോക്കിയപ്പോൾ അവിടെ ശിവലിംഗം മുളച്ചിരിക്കുന്നതായിട്ട് കണ്ടു അത്രേ. ഇങ്ങനെ ഒരു സ്വയംഭൂവായിട്ടുള്ള ബിംബം കണ്ടാൽ അപ്പോൾ അവിടെ നിവേദ്യം കഴിക്കണം എന്നാണ് പറയണത്. അല്ലെങ്കിൽ കുറച്ച് നേരത്തിനുള്ളിൽ അത് മറിഞ്ഞു പോകുത്രേ. അങ്ങനെ കണ്ടാൽ അപ്പം തന്നെ അവിടെ നേദിക്കണം, എന്തെങ്കിലും ഒന്ന് കയ്യിൽ കിട്ടിയതെടുത്ത് നേദിക്കണം എന്നാണ്. സ്വാമിയാർ മഠത്തിൽ നിന്ന് തന്നെ പോയിട്ട് ഉണക്കലരി, പൂവ് ഒക്കെ സാധനങ്ങളൊക്കെ വരുത്തി പേരേപ്പറമ്പ് നമ്പൂരിയെ കൊണ്ട് നിവേദ്യം കഴിപ്പിച്ചു. ഉടനെ പൂജ കഴിപ്പിച്ചു. അതിന് ശേഷം സ്വാമിയാർ ഈ വിവരം തെക്കുംകൂർ രാജാവിൻ്റെ അടുത്ത് പോയി അറിയിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന്. അത് കേട്ടപ്പോൾ ഈ തമ്പുരാന് മനസ്സിലായി, ഒരുപാട് സന്തോഷമായി. അദ്ദേഹം ഉടനെ നക്കരക്കുന്നിലെത്തി. തമ്പുരാൻ വന്ന് നോക്കിയപ്പോൾ ശിവലിംഗവും അതിൻ്റെ മുൻവശത്തായ കാളയും വെളുത്ത ഒരു വൃഷഭം. നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ പോയാൽ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ നന്ദി ഉണ്ടാവുമല്ലോ, അതാണ് വൃഷഭം എന്ന് പറയുന്നത്. വടക്കോട്ട് മാറി ഈ വായുകോണിലായിട്ട് ഒരു വെളുത്ത ചെത്തി മുളച്ച് നിൽക്കണത് കണ്ടു. അപ്പോൾ വടക്കുന്നാഥൻ മുമ്പ് എന്നോട് അരുളി ചെയ്തതുപോലെയൊക്കെ വന്നല്ലോ എന്ന് അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. പിന്നെ അദ്ദേഹം ഈ തെക്കുംകൂർ രാജാവ് അവിടെ 4 ഗോപുരവും മാളികയും കൂത്തമ്പലവും മുതെല്ലാം ഒരു മഹാക്ഷേത്രത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്പലം പണി കഴിപ്പിച്ചു. അവിടേക്ക് എന്നും എല്ലാ കാലത്തേക്കും വേണ്ട വസ്തുവകകളൊക്കെ എഴുതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു മഹാക്ഷേത്രമായി അവിടെ അവിടെ ആ അമ്പലമാണ് ഇപ്പോൾ ഈ തിരുനക്കര അമ്പലം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ ദിക്കുകാർക്ക് ഒരു വലിയ ഉപദ്രവം വന്നു. എന്താണെന്ന് വെച്ചാൽ
തിരുനക്കര ദേശത്തും അടുത്ത പ്രദേശത്തും നെല്ലോ എന്ത് സാധനം നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കിയാലും അത് മുഴുവനും ഈ രാത്രി കാലങ്ങളിൽ ഒരു കാള വന്നിട്ട് തിന്നിട്ട് പോകും. അങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി. ഈ കാള ആരുടെയാണ്, എവിടുന്നാണ് വരണേ, എവിടേക്കാണ് പോകണേ, ഇതൊന്നും ആർക്കും അറിയാനും പറ്റണില്ല. അവനായിട്ട് പിടിക്കാനും കിട്ടില്ല. നല്ല നിലാവുള്ള രാത്രിയിൽ ആ കാലത്തൊക്കെ നല്ല നിലാവുള്ള സമയത്തൊക്കെ ദൂരേന്ന് നോക്കിയാൽ അവൻ അങ്ങനെ നിന്ന് തിന്നണത് കാണൂത്രേ. അപ്പോൾ ആളുകൾ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും അവൻ ഓടി ചാടിപ്പോവും. അങ്ങനെ ആർക്കും പിടിക്കാൻ കിട്ടില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ നല്ല നിലാവുള്ള ഒരു ദിവസം തിരുനക്കരയിൽ നിന്ന് ഏകദേശം കുറച്ച് പടിഞ്ഞാട്ട് മാറി വേളൂരെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കണ്ടത്തിൽ വെച്ചിട്ട് രാത്രിയിൽ ഒരു പറയൻ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഈ കാളെ കല്ലെടുത്ത് എറിഞ്ഞു. അവൻ്റെ കൃഷിയായിരിക്കും അന്ന് അപ്പം നശിപ്പിച്ചത്. അപ്പോൾ അവന് ദേഷ്യം വന്ന് അവനൊരു കല്ലെടുത്ത് എറിഞ്ഞു. ആ രാത്രി തന്നെ ഒരു കാള ഈ തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു അത്രേ, അങ്ങ് ഭഗവാന് വേണ്ടുന്നതെല്ലാം പതിവ് വെച്ചു, എനിക്കെന്താ ഒന്നും തരാത്തത്? ഞാൻ ആ ദേവൻ്റെ വാഹനമല്ലേ, ഞാനിങ്ങനെ കണ്ടോരുടെ വിള നശിപ്പിച്ചിട്ട് കാലം കഴിക്കേണ്ടതായി വന്നല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ഉണ്ടായേ, ഒരു പറയൻ്റെ ഏറും കൊള്ളേണ്ടതായിട്ട് വന്നു. ഇത് വലിയ സങ്കടമാണ് കേട്ടോ എന്ന് പറഞ്ഞതായിട്ട് ഈ തെക്കുംകൂർ രാജാവിന് സ്വപ്നം ഉണ്ടായി. ഇതിനെക്കുറിച്ച് തമ്പുരാൻ എന്നിട്ട് പ്രശ്നം വെച്ച് നോക്കി ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ട കാള തിരുനക്കര ദേവൻ്റെ കാളയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാളയ്ക്കും പതിവായി നിവേദ്യത്തിനൊരു വക മാറ്റി വയ്ക്കേണ്ടതാണ് എന്ന് വിധിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എന്താ ഉണ്ടായേ, ആ കാളയെ വേളൂര് വെച്ചിട്ട് പറയാൻ കല്ലെടുത്ത് എറിഞ്ഞല്ലോ. ആ കല്ലെടുത്ത് എറിഞ്ഞ വേളൂര് വെച്ച് പറയാൻ കല്ലെടുത്ത് എറിഞ്ഞത് വിവരം അറിഞ്ഞു അപ്പം തമ്പുരാൻ. അപ്പോൾ എന്താ ചെയ്തേ, വേളൂര് വെച്ച് കാള ഏത് സ്ഥലത്തു നിന്നാണ് കൃഷി തിന്നപ്പോൾ എപ്പോഴാണോ ഏറുകൊണ്ടേ ആ നിലം ഈ കാളയുടെ നിവേദ്യത്തിനുള്ള അതായിട്ട് അതിനുള്ള വക ആ നിലം അങ്ങോട്ട് വിട്ടുകൊടുത്തു. ആ നിലം ഇനി ആ കാളയ്ക്ക് നിവേദ്യം വയ്ക്കാനുള്ളതാണ് അവിടുന്ന് കിട്ടണ വിളവ്. ഇപ്രകാരമാണ് തെക്കുംകൂർ രാജാവ് തിരുനക്കര ക്ഷേത്രത്തിന് വേണ്ടുന്നതെല്ലാം പുഷ്ടിയൊക്കെ വരുത്തി അവിടെ തിങ്കൾ ഭജന നിർവിഘ്നമായിട്ട് അവസാനം വരെ അദ്ദേഹം മരിക്കുന്നത് വരെ അവിടെ തിങ്കൾ ഭജന മുടക്കാതെ നടത്തിയിരുന്നു എന്നുമാണ് പറയണത്. അത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ തിരുനക്കര ദേവൻ്റെ ചൈതന്യവും അസാമാന്യമാണ്, പ്രസിദ്ധിയും എല്ലായിടും അറിയാത്ത ആൾക്കാരില്ല. അവസാനമില്ലാതെ വഴിപാടുകൾ വന്നു തുടങ്ങി, വലിയ പ്രസിദ്ധിയായി തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവിടെ പേരേപ്പറമ്പ് നമ്പൂരിയാണ് അവിടെ പൂജ ശാന്തി ഏറ്റിരുന്നത് ആദ്യം. അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പറ്റാതെയായി നിവേദ്യത്തിൻ്റെ ഈ ബാഹുല്യം കാരണം. അങ്ങനെ അദ്ദേഹം മടിപ്പള്ളി എന്ന് ഇല്ലപ്പേരായ നമ്പൂരിയെ കീശാന്തിയാക്കി സഹായത്തിന് വെച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് കാലം അങ്ങനെ ശാന്തി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇഷ്ടം പോലെ സമ്പാദ്യമായി പേരേപ്പറമ്പ് നമ്പൂരിക്ക്. ആ അമ്പലത്തിൽ ശാന്തി കഴിച്ച അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സമ്പാദ്യമായി എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ കൊടുക്കുന്ന ദക്ഷിണ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന ദാരിദ്ര്യമൊക്കെ മുഴുവനും നീങ്ങി എന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇനി വയ്യ എന്ന് വിചാരിച്ച് മടപ്പള്ളി നമ്പൂരിയെ തന്നെ എല്ലാം ഏൽപ്പിച്ചിട്ട് പോയി വൈക്കത്ത് അദ്ദേഹം സ്ഥിരതാമസാക്കി. വൈക്കത്തേക്ക് പോയി. തിരുനക്കരയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇല്ലം വൈക്കത്തായിരുന്നല്ലോ. എന്നാലും അദ്ദേഹം മാസത്തിലൊരിക്കൽ വന്നിട്ട് തിരുനക്കര ദേവനെ ഒരു പന്തിരടി പൂജയൊക്കെ കഴിപ്പിക്കും എന്നാണ് പറയണത്. അങ്ങനെ മടപ്പള്ളി നമ്പൂരി ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്
മുമ്പത്തെ പതിവ് അനുസരിച്ച് ശീവേലിക്ക് എഴുന്നള്ളിക്കണത് മൂത്തതുമാരായിരുന്നു. എന്തോ കാരണം കൊണ്ട് തെക്കുംകൂർ രാജാവിന് ആ മൂത്തതിൻ്റെ പേരിലൊരു വിരോധം വന്നു. ആ മൂത്തതിനെ വെടിവെച്ച് കൊന്നു കളയാൻ രാജഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. അവർ എന്തു ചെയ്തു? മൂത്തതിനെ വെടിവെക്കാൻ പറഞ്ഞു. ആ രാജഭടന്മാർ മൂത്തതാണ് എന്ന് വിചാരിച്ചിട്ട് ഈ മടപ്പള്ളി നമ്പൂതിരിയെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് ആ നമ്പൂതിരിയുടെ അന്തർജനം തിരുനക്കര നടയിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു, പ്രാണത്യാഗം ചെയ്തു. ഒന്നും അറിയാത്ത മടപ്പള്ളി നമ്പൂതിരിയെ വെടിവെച്ച് കൊന്നു. അറിയാതെ പറ്റിയതാണ്, ആള് മാറിപ്പോയതാണ്. പക്ഷെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അന്തർജനത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ വെച്ച് അമ്പലത്തിന് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ, ഒരപരാധമോ അമ്പലത്തിലേക്കായിട്ടോ ആർക്കോ ഒന്നും ചെയ്യാത്ത ഒരാളെ അങ്ങനെ വെടിവെച്ച് കൊന്നപ്പോൾ ആ അന്തർജനത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. അവരും പ്രാണത്യാഗം ചെയ്തു. അതോടെ ആ നമ്പൂതിരിയുടെ ഇല്ലം അന്യം നിന്നു എന്നാണ് പറയുന്നത്. അവിടെ സന്തതി പരമ്പരകളില്ലാതെ ആ നമ്പൂതിരിയുടെ ഇല്ലം, മടപ്പള്ളി എന്ന് പറയുന്ന ഇല്ലം അന്യം നിന്നു. അന്ന് മുതൽക്ക് അന്ന് കുറേ കാലത്തേക്ക് മതിൽക്കകത്ത് അന്തർജനങ്ങൾ കയറാൻ പാടില്ല എന്ന് ഒരു നിയമം, അതുപോലെ മൂത്തതുമാർ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നും ഒരു നിയമം ഉണ്ടാക്കി. അതൊന്നും ഇപ്പം പതിവില്ല. ഞാനൊക്കെ ഇഷ്ടം പോലെ പോയി തൊഴുതിട്ടുണ്ട് തിരുനക്കര. ഈ തിരുനക്കര ദേവൻ്റെ കാളയ്ക്ക് ചില കാലങ്ങളിൽ മേലെ പുറത്ത് ഒരു കുരു വന്ന് പൊട്ടുത്രേ. അത് ഈ നാടിന് വലിയ ആപത്തുണ്ടാക്കണ കാലങ്ങളിലാണ് ഇങ്ങനെ ഈ മേലെ ഒരു കുരു വന്ന് പൊട്ടണത് എന്നാണ് പറയണത്. രാജാക്കന്മാർ നാട് നീങ്ങിയ ആ സമയത്ത് ഈ കാളയ്ക്ക് ഓരോ രാജാക്കന്മാരും നാട് നീങ്ങണ സമയത്തൊക്കെ ഈ കാളയ്ക്ക് നീരുണ്ടായി പൊട്ടാറുണ്ട് എന്നാണ് പറയണത്. ഇങ്ങനെ നീരുണ്ടായി പൊട്ടണ സമയത്ത് ദോഷ പരിഹാരാർത്ഥം ഈ ക്ഷേത്രത്തിലേക്ക് വിശേഷാൽ അടിയന്തരങ്ങളൊക്കെ പതിവുണ്ട്. ആ വകയ്ക്കും സർക്കാരിൽ നിന്ന് ചെലവ് ചെയ്ത് ജനങ്ങൾക്ക് ഈ വക ഇപ്പോൾ സർക്കാരിൽ നിന്ന് ചിലവ് 1000 ചില്ലുവാനം പണം. അന്നത്തെ കാലത്തെ 1000 ചില്ലുവാനം. ഇപ്പോൾ അതുകൊണ്ട് ഒന്നും ആവില്ല അല്ലേ? അങ്ങനെയൊക്കെ പതിവുണ്ടത്രേ. ഇപ്പോൾ ഈ കാലത്ത് ജനങ്ങൾക്ക് വലിയ വലിയ പരിഷ്കാരങ്ങളും ഇതുപോലെയുള്ള സംഗതികളിലൊന്നും വിശ്വാസമില്ലായും മുക്കാലും പേർക്കും ഇതൊന്നും പറഞ്ഞാൽ വിശ്വാസമില്ല. അങ്ങനെയൊക്കെ വന്നു പോയത് കൊണ്ടാണോ എന്തോ ഇപ്പോൾ ഒന്നും ഈ കാളയ്ക്ക് ഒരു നീരൊന്നും ഉണ്ടാവാറില്ല എന്നാണ് പറയണത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരുനക്കര ക്ഷേത്രം ഉണ്ടായത്. തിരുനക്കര ദേവൻ്റെ, അത് വടക്കുംനാഥ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തെക്കുംകൂർ രാജാവിന് കിട്ടിയ ഒരു ഇതാണ്, പ്രസാദം ആണ് തിരുനൽക്കര ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അടുത്തൊരു കഥയായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.